അത് നമ്മുടെ പോഡ് സൈഡ് പോഡ്കാസ്റ്റിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യണമെന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോ ഇതിനെ പറ്റി ഇപ്പൊ എല്ലാവർക്കും നമുക്ക് ഇവിടെ തുടങ്ങാം. ഇപ്പൊ രണ്ടും പെടും. ഇത് നമ്മുടെ ഗുഡ് ടൈമിലാണ് എഡ്യൂക്കേഷൻ പരിപാടിയൊക്കെ വന്നിട്ടെല്ലാം നമുക്ക് ഇവിടെ തുടങ്ങാം. അസ്ലു ഏത് കോഴ്സായിട്ട് എനിക്ക് ആ കണ്ണടയൊക്കെ കണ്ടിട്ട് PSC മാത്സ് എങ്ങനെ അതിലെത്തിപ്പെട്ട് അതെടുത്തതിന് താങ്കൾ തൃപ്തനാണോ? എന്തിനു വേണ്ടി തൃപ്തനാണ്. ഇപ്പഴത്തെ എന്റെ ഒരു സ്റ്റേജിൽ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റെഡിയായിട്ട് കുഴപ്പമില്ല. നമ്മ പഠിച്ച PSC മാത്സ് ഉണ്ടല്ലോ. എന്താ പറയാ, അല്ല നിന്നെ ആ ഒരു കോഴ്സ് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു നിന്റെ ലൈഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി? അതൊന്നും എനിക്ക് ബെനിഫിറ്റ് കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ നമ്മ അതൊക്കെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മ വർക്കിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സിറ്റുവേഷൻ മനസ്സിലാവണം. ഡിഗ്രി ഉള്ളതും ഡിഗ്രി ഇല്ലാത്തതിന്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് എന്നാ ഡിഗ്രി പഠിച്ചിട്ട് അതിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഡിഗ്രി പഠിച്ചിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഗുണമുണ്ടായി. സർട്ടിഫിക്കറ്റിന് വാല്യൂ BSc മാത്സ് ആണെന്ന് പറഞ്ഞു. ഈ BSc മാത്സ് കൊണ്ട് എന്ത് ഗുണം ഉണ്ടായെന്നുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞത്. ഇപ്പൊ BSc മാത്സ് കുറിച്ച് താങ്കളായാലും ഞാനായാലും അരുണായാലും ഒരു ഗുണവും കിട്ടിയിട്ടില്ലല്ലോ. അജ്മലിലേക്ക് വരും. അജ്മൽ ഏത് കോഴ്സായി ഓപ്റ്റ് ചെയ്തിരുന്നത്? നാണ് ബികോം എന്ന് പറയാൻ വേണ്ടി ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബികോമിനൊപ്പം തന്നെ ബന്ധപ്പെട്ട് പഠിച്ചതാണ്. അത് പഠിച്ചിട്ട് എന്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി വേസ്റ്റഡ് 3 years ഓഫ് കോളേജ് എന്നുള്ള ഇതാണ്? സക്സസ്ഫുള്ളി വേസ്റ്റഡ് 5 years എന്ന് പറയാം. 5 years ഉൾപ്പെടെ. ഓക്കെ ഓക്കെ. പ്ലസ് ടു കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. ഡിഗ്രി വെറുതെ ഫണ്ടിന് വേണ്ടി എടുത്തതാണ്. ഫണ്ട് തന്നെ പറയാം. വേറെ നിർത്തിയില്ല. കാരണം കൊമേഴ്സ് ആയിട്ട് വേറൊരു കോഴ്സിനകത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ കൊമേഴ്സ് ആയിട്ട് എല്ലാരും ചെയ്യണമല്ലോ. CA കോഴ്സിന് 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ച് അരുൺ സുരേന്ദ്രൻ ഏത് കോഴ്സ് ആയിരുന്നു ഡിഗ്രിയിൽ എടുത്തത്? ഡിഗ്രിയിലെടുത്തത് ഞാൻ പ്ലസ് ടു പഠിച്ചിട്ട് ബയോമാക്സ് ആയിരുന്നു. ബയോമാക്സ് പഠിച്ച് എനിക്ക് ഏറ്റവും മാർക്ക് കുറവ് തവളേനൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? മറ്റേ പല്ലി മാറ്റ ബയോസയൻസിൽ അല്ല ബയോസയൻസിൽ പണ്ട് ഇങ്ങനെ തവളനെ ചെയ്തിട്ടുണ്ടോ? ക്യൂരിയോസിറ്റിനെ കുറിച്ച് ചോദിച്ചതാണ്. ഏറ്റവും മാർക്ക് കുറവ് മാത്സ്. ഞാൻ വന്ന് കയറിയത് അത് കോഴ്സ് തുടങ്ങി 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ്, ഏകദേശം 5-6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. ഏറ്റവും ആ കോളേജ് ലാസ്റ്റ് കയറിച്ചത് ഞാനാണ്. ഓക്കെ, ഞാൻ ഓർക്കുന്നു താങ്കൾ കോളേജിൽ വന്ന് ക്ലാസ്സിൽ വന്നൊരു വിളിക്കുന്നു. കോളേജിൽ എന്തോ പരിപാടി ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് പരിപാടി സ്വീകരിക്കുന്ന പരിപാടിയാണ്. ആർട്സ് ഡേ അങ്ങനെ ആ ടൈമിലും ഉണ്ടാകുന്ന ഒരു ഭാഗത്തിരിക്കണേ വെറുതെ ഉണ്ട്. പിന്നെ എടുത്തിട്ടില്ല. അപ്പുറത്താണ് ഏറ്റവും വലിയ അത് മറ്റാണ്. അത് സാറേ എനിക്ക് സംസാരിക്കാൻ അല്ല, അത് കേറി സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ആള് കടിച്ചിടാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലായത്. ഫസ്റ്റ് പീരീഡ് എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ
അതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോ എന്താ exam നടക്കുക? കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ വരുന്നു. ടീച്ചർ ഫസ്റ്റ് ഡേ ഞാൻ ഫസ്റ്റ് ഡേ ടെസ്റ്റ് പേപ്പർ ടെസ്റ്റ് പേപ്പറിൽ എന്റെ തൊട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് എത്തിയ വ്യക്തിയാണ് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്റെ അടുത്ത് എഴുതണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ വന്നില്ല. അപ്പൊ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു ഇവരുടെ ബുക്ക് എന്തോന്ന് വായിച്ചോളാൻ പറഞ്ഞു. കുറച്ച് ടീച്ചർ വന്നിട്ട് പറഞ്ഞു നീ വന്നപ്പോ തന്നെ തുടങ്ങിയ കൂട്ടുകാരെ സഹായിക്കില്ല. ഞാൻ അവിടുന്ന് ടെസ്റ്റ് പേപ്പർ തന്നെ ഞാൻ തുറന്ന് അതായിരുന്നു ടെസ്റ്റ് പേപ്പർ. ഇവരെ ഞാൻ തുറന്നു വെച്ച പേജ് നോക്കിക്കൊണ്ട് ഇവര് എഴുതിക്കൊണ്ടിരിക്കണേ. പക്ഷെ എനിക്ക് സംഭവം എനിക്ക് കോപ്പി അടിക്കാനുള്ള സ്കില്ലില്ല. അതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ തന്നെ ബുക്കില് എന്താടോ എടുത്താലും എന്നെ ടീച്ചർ വന്നപ്പോ എനിക്കറിയാം എന്തിന്റെ ടീച്ചറാണ് എന്ത്. ഏറ്റവും ആദ്യം പറയുന്നത് ഞാൻ അവിടെ ചെന്ന് ആ ഫസ്റ്റ് പീരീഡ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് BSc മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബയോ മാത്സ് സയൻസ് ബയോളജി ഒക്കെ പഠിച്ചിട്ട് ഞാൻ ചെയ്തത് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോഴാണ് ഞാൻ അറിയണത് കമ്പ്യൂട്ടർ സയൻസ് എന്തെങ്കിലും. പക്ഷെ ഇപ്പൊ നമ്മ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. ഞാൻ ലാസ്റ്റ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞൊരു എക്സാം കൂടി എഴുതാൻ ഞാൻ കോളേജിൽ ചെന്നപ്പോ BSc മാത്സ് മറ്റേ അലിമാവൂല ലാസ്റ്റ് എക്സാമിന് ഞാൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവിടെ ജൂനിയർ വെച്ച് പഠിച്ചിറങ്ങിയിട്ട് കുറെ വർഷങ്ങളായല്ലോ. അത്യാവശ്യം മോളുടെ കോളേജിന്റെ ഇപ്പത്തെ സിറ്റുവേഷൻ നോക്കാൻ ഞാൻ കോളേജിനെ പറ്റി പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി എക്സാമിന് തിരിച്ചിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഗ്യാങ് കൂടിയിരിക്കുന്നു. ഗേൾസ് ഗ്യാങ് സിംഗിൾ ആയിട്ട് ഗേൾസ് ഗ്യാങ് ചോക്ലേറ്റ് വല്ല ഗേൾസ് ഗ്യാങ് നിൽക്കുമ്പോ അവർ ഇങ്ങനെ ഒറ്റക്കാണെങ്കിലും അപ്പൊ ഇവനെ വിളിച്ചിരുത്തിയിട്ട് അവര് ചേട്ടൻ എക്സാം അല്ല എന്റെ അടുത്ത് ചോദിച്ചു ആ പെൺകൊച്ചു ചോദിച്ചു. ആ കുഴപ്പമുണ്ടായിരുന്നു ചേട്ടൻ കോഴ്സ് ചെയ്താന്ന് BSc മാത്സ് എന്ന് പറഞ്ഞ 2 സ്റ്റെപ്പ് ആ പെണ്ണ് ഞെട്ടിയിട്ട് പുറകോട്ട് ആ കോഴ്സ് ആ സമയത്ത് ഇല്ലാന്ന് പറയുന്നത്. അതൊക്കെയാണ് കോളേജിൽ യൂണിവേഴ്സിറ്റി തന്നെ കുറച്ച് പഠിക്കണമെന്ന് കൊച്ചിനെ കാണുമ്പോൾ അത് കോഴ്സ് പഠിച്ചതിൽ എനിക്ക് വലിയ ബെനിഫിറ്റ് വന്നിട്ടില്ല. പക്ഷെ കുറച്ച് നല്ല ഫ്രണ്ട്സ് പിന്നെ കുറച്ച് കണക്ഷൻസ് പിന്നെ പേഴ്സണൽ ഡെവലപ്മെന്റ് അതിൽ കൂടുതൽ ആയിട്ട് ചിലപ്പോ അത് അതിനുവേണ്ടി പഠിക്കുന്നവർക്ക് കിട്ടുമായിരിക്കും. ഞാൻ എന്തോ ഒരു ഈഗോ ക്ലാസിന്റെ പുറത്ത് ഞാൻ എടുത്താണ്. എന്റെ ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞു വല്ല അങ്ങനെയല്ല. ഞാന് +2 ഡിഗ്രി മറ്റേ എല്ലാത്തിനും മാർക്ക് കിട്ടി. ആവറേജ് ഒരു മാർക്കുള്ളൂ. അപ്പൊ മാത്സിൽ അത്യാവശ്യം ബാക്കിയുള്ള സബ്ജക്ട് ഒക്കെ വെച്ച് മാത്സിൽ അത്യാവശ്യം ഉണ്ട്. സേതുലക്ഷ്മിയുടെ ചേട്ടൻ എന്ന് പറയുന്നത് എന്റെ ബ്രദറുടെ ഫ്രണ്ടാണ്. അപ്പൊ ആള് ഗെയിമുള്ളിൽ ഇതുപോലെ BSc മാത്സ് ഫൈനൽ ഇയർ എന്തോ ചെയ്യണം. അപ്പൊ ആളെ വിളിച്ചു നോക്കിയപ്പോ ആള് ഇതുപോലെ സിമ്പിൾ കോഴ്സാണ്, 0 ഇങ്ങനെ ഉണ്ടായി വന്നേന്നുള്ളതാണ് മാത്സിൽ പഠിപ്പിക്കുന്നത്. ഒന്ന് 0 തൊട്ട് 10 അക്ഷരം വരെ ഇങ്ങനെ ഇതുണ്ടായെന്നുള്ള തിയറിയാണ് ഉണ്ടായത് എന്നാണ് പുള്ളി പറഞ്ഞത്. ക്യൂരിയോസിറ്റി ആ സിമ്പിൾ തിയറി ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കയറി നോക്കിയപ്പോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെ കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയുള്ളൂ. ഫസ്റ്റത്തെ സെമസ്റ്റർ ഓക്കെ, പക്ഷെ 2ാമത്തെ സെമസ്റ്റർ ഒരു സപ്ലി അടിച്ചു തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഒരു സപ്ലി എന്ന് പറഞ്ഞൊരു 6, 7, 8, 9 അത്ര വരെ. പിന്നെ അവിടെ നിന്നൊക്കെ നോക്കുമ്പോഴേക്കും സെക്കൻഡ് സെമസ്റ്റർ എത്തിയപ്പോഴേക്കും ഒറ്റയടിക്ക് എനിക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മ എല്ലാരും അടിപൊളിയായിട്ട് ചെയ്യുന്ന കോളേജിൽ കയറിയ ഒരു വൈബിൽ എല്ലാരും പഠിച്ച് എഴുതി പോകുന്നു. സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴേക്കും ആർട്സ് ഡേ വന്നു. നമ്മളെല്ലാരും പിന്നെ മറ്റേ കാണിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ വിട്ട് സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴേക്കും രാജാക്കന്മാരായി.
പിന്നെ അതീ പിന്നെ എക്സാമിന്റെ തലേദിവസം വരുമ്പോ ഞാൻ ആശികമാരെ വിളിക്കുമ്പോ അങ്ങാരും പഠിച്ചിട്ടില്ല, ഞങ്ങൾ ആരും ഒന്നും തൊട്ടിട്ടില്ല, പേടിക്കുന്ന നമുക്ക് നാളെ കൂട്ടി കിടന്ന് ഉറങ്ങാന്നൊക്കെ പറയും. എക്സാം ആളീസ് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് നോക്കുമ്പോഴേക്കും ഞാൻ കിടന്ന് ഉറങ്ങുന്നു. ആശിക്കും അസീസുമാരെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പഴേ മനസ്സിലായി ഇവന്മാര് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആദർശിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു പഠിക്കണ്ടേ, എക്സാം വിളിച്ചിട്ട് നോക്കി മറ്റേ സെറ്റ് വന്നപ്പോ ഇവര് മാത്രം ബാക്കിയുള്ളവരെക്കാട്ട് പോയിട്ട് ഒരു വ്യക്തി അതൊരു നമ്മുടെ ക്ലാസ്സിൽ അതൊരു ഇലുമിനാണ്ടി ടൈപ്പാണ് അല്ലേ? കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞെന്ന് തോന്നുന്നു. എവിടെയായിരുന്നു നന്നായി പക്ഷെ ആളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആള് എക്സാമിന്റെ രാവിലെ വന്നിട്ട് പഠിക്കുന്നതാണ് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ പഠിക്കുന്നത് 2-15 മാർക്ക്. UKG പഠിക്കുമ്പോ സ്കിൽ ഉണ്ടായിരുന്നു. UKG പഠിച്ചപ്പോ ഇപ്പൊ പഠിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു അതിന്റെ ആവശ്യമില്ല. എന്നോടൊപ്പം മണ്ണിലല്ലേ അഡ്മിഷൻ മേടിച്ചു വന്നിട്ട് ഈ പ്ലസ് എനിക്ക് ചിക്കൻ ബോക്സ് ഞാൻ 10 ബ്രില്യന്റ് ആയിരുന്നു. 10 ചിക്കൻ ബോക്സ് പ്ലസ് പോയത്. ഐസ്ക്രീം വാങ്ങിച്ച ചെക്കനാണ്. അത് പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോ ചിക്കൻ ബോക്സ് ഐസ്ക്രീം ചോക്കോ CBSE ആണോ? ഐസ്ക്രീം സ്റ്റാർ ഐസ്ക്രീം വേറെ അതെ. പക്ഷേ അത് കോമഡി കുരുത്തക്കേട് കാണിച്ചാണ് അവിടെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ. എന്നാലും അതിന് വേണ്ടിട്ട് പ്രത്യേകം കുരുത്തക്കേട് കാണിക്കും. കുരുത്തക്കേട് കാണിക്കുമ്പോഴേക്കും ഗേൾസ് 4 ഗേൾസ് ഇരിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടിട്ട് നമ്മൾ എഴുതും. അപ്പൊ ഒരു നാളോ പെണ്ണുങ്ങളെ കോളേജ് ലൈഫ് കുടുത്തക്കേട് കസ്റ്റമർ കുരുത്തക്കേടാണെങ്കിൽ ആദർശിനെ കൊണ്ടിരുന്നു. ഈ കുരുത്തക്കേട് അവിടെ നോട്ടിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ നോട്ടിയായിരുന്നു. നോട്ടിനെസ് കണ്ടിട്ട് ആ ടൈമിൽ കുറെ പെമ്പിള്ളേര് പുറകെ നടന്നൊക്കെ എന്റെ ഒരു ഓർമ്മയുണ്ട്. എന്നിട്ടേക്ക് വന്ന് അസ്ലം ചേട്ടന്റെ നമ്പർ കിട്ടും, അസ്ലത്തേക്ക് വന്ന് കാണാൻ പറ്റും. ഇത് പറഞ്ഞപ്പോ എനിക്കിതൊക്കെ എനിക്ക് കൊടുക്കും. കോളേജ് റൊമാൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജ് റൊമാൻസ് അടിപൊളിയാണ്. അത് റൊമാൻസ് കിട്ടിയവർക്ക് അടിപൊളിയായിരിക്കും, അല്ലാത്ത എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ല. ഞാൻ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് പറ്റിട്ട് എന്താ അഭിപ്രായം? കാലഘട്ടത്തിൽ കൂടുതൽ എല്ലാരും പറയാം ഏത് റീൽ വന്നാലും ഏത് ഷോർട്ട് ഫിലിം വന്നാലും ഏത് സിനിമ വന്നാലും ബെസ്റ്റ് എന്നുള്ള സംഗതിയാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഈ 6-5 മാസത്തെ ഒരു കൊല്ലത്തിനൊക്കെ ഈ ബെസ്റ്റ് എന്നുള്ളതുണ്ട്. പക്ഷെ പല പേരുകളിൽ ഇപ്പൊ ബെസ്റ്റ് ഒരു സാധനം അത്രയും ഡെവലപ്ഡ് അല്ല. എന്നാലും കൃഷ്ണൻ അതിനെപ്പറ്റി ബെസ്റ്റികളെ പറ്റിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ബെസ്റ്റ് മാത്രമല്ല കുഴപ്പമില്ല, പക്ഷെ ബെസ്റ്റിയും വേറൊരു ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം ആൾക്കാർക്ക് അത് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല. ബെസ്റ്റി ആയിട്ട് വേറൊരു ഇന്റൻഷനോടെ വന്ന് ബെസ്റ്റ് ആവുന്ന ആൾക്കാരുണ്ട്. ബെസ്റ്റ് ആയിട്ട് വേറെ ഇന്റൻഷൻ തന്നെയാക്കാൻ ആൾക്കാരുണ്ട്. ഈ ബെസ്റ്റീസാണ് അങ്ങനെ ഉണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇപ്പൊ അത് ഗേൾസിന്റെ പെർസ്പെക്റ്റീവ് അല്ല. നമ്മിപ്പോ 4 പേര് ഇപ്പൊ ബോയ്സ് ആണ്. ഗേൾസിന്റെ പെർസ്പെക്റ്റീവ് പറയാൻ ഇപ്പൊ ആരും പറഞ്ഞെങ്കിൽ നമുക്ക് അവരുടെ പെർസ്പെക്റ്റീവ് കേൾക്കാം. അപ്പൊ ഈ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഐഡിയാസ് പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിപ്പോ ബാംഗ്ലൂരിലെ ആബി എന്ന് പറഞ്ഞ എഡിറ്ററാണ്. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോ പുള്ളി പറഞ്ഞാല് മനസ്സിലായി,
പ്രയോറിറ്റിയുടെ പ്രശ്നം. ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ ചോദിക്കാണ് ഇന്ന് ഡ്രസ് ഇടണം, ബെസ്റ്റ് അപ്രൂവൽ എടുത്താലേ ബോയ് ഫ്രണ്ട് ഇപ്പൊ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോ മാറ്റർ ഓഫ് പ്രയോറിറ്റിന്റെ പ്രശ്നമാണ്. അല്ല അതിൽ കൂടുതൽ എനിക്കറിയാൻ പാടില്ല. ഇതേപോലെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു എക്സ് ബെസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും പറയാവുന്നത്. അങ്ങനെ ഒരു പ്രയോറിറ്റി എന്നുള്ള സംഭവം വരുമ്പോഴത്തേക്കും അതെങ്ങനെ ഒഴിവാക്കി എന്താണ് അവരെ എങ്ങനെ ചേർത്ത് നിർത്താന്ന് അറിയണം. അത് വേറൊരു സംഭവം ഞാൻ പറഞ്ഞാല് ഒരാളിപ്പോ നമുക്ക് ഉപദ്രവം ചെയ്യണമെങ്കിൽ നമുക്ക് അയാളെ നമുക്ക് തടഞ്ഞു നിർത്താം. ഒരാള് സ്നേഹിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ എന്നെ സ്നേഹിക്കല്ലേ ചേട്ടാ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഒരു ഗേൾസിന്റെ ഒരു മൈൻഡ് നിൽക്കണമെങ്കിൽ ഇത്രയും പേര് സ്നേഹിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നമ്മ സ്നേഹിക്കാൻ ശ്രമിച്ചു വിചാരിച്ചു, ഒരു ക്യാമറ ഇത് നിങ്ങൾക്ക് കണക്ട് ആവാൻ അറിയില്ല. അറ്റ ടൈം നമുക്ക് ഒരു 5 ശത്രുക്കൾ ഇപ്പൊ ഒരു പെണ്ണിനെ സ്നേഹിക്കാനായിട്ട് ക്ലാസ്സിൽ ചിലപ്പോ അവളെ നോക്കണെടുത്തിട്ടുണ്ടാവും. സീരിയസ്ലി അവളെ നോക്കണെടുത്തിട്ടുണ്ടാവും. ബസ് കയറാൻ വേണ്ടി പോകും, ബസ്സില് അവളെ നോക്കണെടുത്തിട്ടുണ്ടാവും. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകണമെങ്കിൽ ഒരുത്താൻ നോക്കണ്ടാവും. അപ്പൊ ഇത് നമ്മൊരു പെണ്ണിനെ നമ്മ ഇഷ്ടപ്പെടാൻ വേണ്ടി ഇറങ്ങുമ്പോ ഒരു കോമ്പറ്റീഷൻ മൈൻഡോട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടി. അല്ലെങ്കിൽ അത് ഓക്കെ, ഇത് സക്സസ്ഫുൾ ആയിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ സ്നേഹം കൊടുക്കാൻ പറ്റുന്നവരെ നമുക്ക് രസിപ്പിക്കണം. നിരസിപ്പിക്കാന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ സ്നേഹം ഒരു ഇപ്പൊ അരുത്ത വന്നിട്ട് ചേട്ടാ എനിക്ക് ഇഷ്ടമാണ് ആ സ്നേഹം നമ്മൾ ഒരു ലിമിറ്റില് അവിടെ നിർത്തണം. ലിമിറ്റ് എങ്ങനെ ലിമിറ്റ് ചെയ്യുക അതെന്ന് പറയും. ലിമിറ്റ് എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കൊണ്ടുനടക്കാം, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പൊ അവരുടെ താല്പര്യം ഇപ്പൊ അവര് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന് റെഡി ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സായി മാറിയെങ്കിൽ നല്ല സുഹൃത്തുക്കളായിരുന്നെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ മുന്നോട്ട് പോവാറുണ്ട്. അങ്ങനെ അല്ല അങ്ങനെ മുന്നോട്ട് പോകണം. ഓക്കെ അച്ഛനൊരു പെർസ്പെക്റ്റീവ് എന്താണ് എന്തിന് അല്ല ഇങ്ങനത്തെ ഇപ്പൊ ഒരാളെ നമ്മ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, ഇപ്പൊ പെട്ടെന്ന് അത് നമുക്ക് ലിമിറ്റ് ചെയ്യണം. അപ്പൊ ആ ലിമിറ്റ് ചെയ്യണതിനെ പറ്റി എന്താണ് പറയുക? ലിമിറ്റ് ചെയ്യുമ്പോഴായിരിക്കും സ്കിൽ ഉണ്ടാവുന്നത്. അതെങ്ങനെ നേരത്തെ പറഞ്ഞ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ അവിടെ ആ കൊച്ചിന് വേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്ന വേറെ ആൾക്കാരുണ്ടാവുന്നുണ്ട്. അവന്മാര് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ നമ്മ പയ്യനെ ലിമിറ്റ് വെച്ച് നടക്കുമ്പോ നമ്മ നേരത്തെ കൊടുത്തിരുന്ന സ്നേഹം അവര് ആ ഒരു ടൈമില് അവരായിട്ട് കൂടുതൽ അറ്റാച്ച് ആവുന്നുള്ളൂ. അവിടെ നോക്കുമ്പോ പണ്ട് രീതി പറഞ്ഞ സ്നേഹം ഒരിക്കലും അവൻ കൊടുക്കണത് അവിടെ ഒരു സാധനം വരും. ഞാൻ പറഞ്ഞത് ആ സാധനം വരുന്നത് അവോയ്ഡ് ചെയ്യണോ വേണ്ടത് ആ പേഴ്സന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പൊ അവർക്ക് അവിടെ ഇവിടത്തെ ഇത് കിട്ടാനുള്ള അവിടെ നിന്നുള്ള സാധനം റിസീവ് ചെയ്യണമെങ്കിൽ അവരാണ് മാറും. പക്ഷെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അതിലോട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്യുള്ളൂ. കാരണം ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിട്ട് അവർക്ക് കൂടുതൽ ഇതാവാൻ താല്പര്യം ഉണ്ടാവില്ല. കൂടുതൽ എന്താ പറയാ മറ്റേ റിയാലിറ്റി മനസ്സിലാക്കി എന്തുകൊണ്ട് ഇപ്പൊ അവൻ പഴയ പോലെ ഇതില്ല, അല്ലെങ്കിൽ മറ്റേ റൊമാൻസ് കാണിക്കണല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര പൈങ്കിളി അതിനകത്തൊരു വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ നമ്മ ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ ഇപ്പൊ നമ്മ ഫസ്റ്റ് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോ ഒരു ബെസ്റ്റ് കൊടുക്കുന്നതിനും ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു പാപ്പ, ഉമ്മ ഇവരെല്ലാരും കൊടുക്കുന്ന ഒരു ബ്രദർ ലവ്, ഒരു സിസ്റ്റർ ലവ് എല്ലാം ഒരു ബോയ് ഫ്രണ്ട് കൊടുക്കും ഫസ്റ്റത്തെ സ്റ്റേജില്. ആ ഫസ്റ്റത്തെ സ്റ്റേജ് നമ്മ കഴിഞ്ഞതിന് കുറച്ച് നമ്മ അതിനകത്ത് യൂസ്ഡ് ആയിട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് നമ്മ അത്രയും നാളെ കിടക്കും. പിന്നെ പറയും എന്തിനാ ഇത്ര പൊട്ടല പോലെ കാണിക്കണം, അല്ലെങ്കിൽ എന്തിനാ ഇത്ര ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മ പിന്നെ കുറച്ചും കൂടി ഒരു ബോൾഡായിട്ട് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് മാസമായിട്ട് നടക്കും. അപ്പോഴേക്കും ഇവർക്ക് പിന്നെ നമ്മ മിക്കതും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുവോ, അവൾക്ക് ഇഷ്ടപ്പെടാൻ. അപ്പൊ ഇതിന്റെ ഇടയിൽ വേറൊരു സൈഡിൽ നിന്ന് ഒരാൾ വന്ന് കാണുമ്പോ നമ്മ കാണിച്ച ആ ഫസ്റ്റത്തെ തുടക്കത്തെ സ്റ്റേജ് 1 സീൻ വേറെ ചെക്കൻ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവരായിരിക്കും ബെറ്റർ എന്നുള്ളത്. പിന്നെ അവര് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. പിന്നെ കുറച്ച് അവിടെ
ഇപ്പൊ ആദ്യം ആ ബോയ് ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% ആ ഒരു ഫുള്ള് ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് ഒരു 50% ഈ ആളുകളോട് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായി എക്സ്പീരിയൻസ് അല്ല എനിക്കിപ്പോ തോന്നുന്നത് ബെസ്റ്റുകളിൽ തന്നെ ഇപ്പൊ രണ്ട് ഇതുണ്ട്. നല്ല രീതിക്കുണ്ട്, പ്യുവർ ഇന്റൻഷനോടെ നല്ലോണം ഗൈഡ് ചെയ്ത്, അല്ല ഞാൻ ഒരു ഇതെന്നുള്ള രീതി പറയുന്നത് നല്ല രീതിക്കുള്ളവരുണ്ട്. ചിലർ ഇന്റൻഷൻ പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉള്ള മൈൻഡ് ഉണ്ട്. ബെസ്റ്റ് ടീമുള്ള ഒരു മുഖം കൂടി സിറ്റുവേഷൻഷിപ്പ്. പക്ഷെ ഇവിടെ കൂടുതൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കോവിഡിന് ശേഷം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് കേൾക്കാൻ ഒരാളുണ്ടാവണം എന്നുള്ളൊരു സാധനം ഉണ്ട്. എത്രയൊക്കെ ആയാലും ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ഹോർമോൺസിനൊരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മളെ തൊട്ട് ഫ്രണ്ടിലേക്ക് നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ ആ ഒരു പെണ്ണാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒരു പോയിന്റ് നമുക്കൊരു ഇഷ്ടം തോന്നും. അവിടെയാണ് ആ ഒരു പ്രശ്നം രണ്ടു മണിക്കൂർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ സാധനത്തിലല്ലേ ഇവൻ പറഞ്ഞ സാധനത്തിൽ അവിടെ ബോയ് ഫ്രണ്ട് ഉണ്ട് അവൾക്ക്. ഇവന്റെ ഇന്റൻഷൻ അതായിരിക്കാം, ഇവൻ അങ്ങനെ ഇഷ്ടം തോന്നിയിരിക്കാം. പക്ഷെ അത് തുറന്നു പറയില്ല. പക്ഷെ അത് തുറന്നു പറയില്ല. ബെസ്റ്റീസിന്റെ പ്രശ്നം അതാണ്. എന്താ ഓപ്പൺ ആയിട്ട് ഇത് തുറന്നു പറയൂല. പക്ഷെ ഉള്ളിൽ ആ ഒരു സ്നേഹം വെച്ചിട്ട് അത് ആ പെണ്ണിന് മനസ്സിലാവൂലേ? മനസ്സിലാവും. അവിടെ ഈ കളി കളിക്കുന്നത് എക്സാമ്പിൾ പറയാനാണ്. ഇപ്പൊ ആ കൊച്ചിന് ഇപ്പൊ നടന്നു പോകുമ്പോഴേക്കും എന്താ ഒരു എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ പറയാ, മുടി ഫ്രണ്ടിലോട്ട് വീണ്. അപ്പൊ ഇത് ഇങ്ങനെ കയറ്റിയൊക്കെ ഒരു സീനുണ്ട്. ആദ്യം അതിനെ പിന്നിലുള്ള ഇപ്പൊ ആദ്യമൊക്കെ ബോയ് ഫ്രണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ റെഡി ചെയ്തോളൂ പറഞ്ഞ് വിട്ടളയും. അപ്പൊ ഈ സീന് ചിലപ്പോ ഞാൻ ഒരു ബെസ്റ്റ് ആണ് കരുതി. ബെസ്റ്റ് ഇപ്പൊ കുറച്ച് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മനസ്സിലാവും ആ പെണ്ണിന് ഇതിങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെടുക. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുമ്പോഴേക്കും ആളുടെ മനസ്സിൽ ഈ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ നോട്ട് ചെയ്ത് ഷൂലേസ് അതുകൊണ്ടില്ല. ഷൂലേസ് അത് ഗൗതം മേനോൻ റെഫറൻസ് ആണോ? ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ആ കോൺവെർസേഷനില് അല്ലട എന്തോ ബഹുമാനിക്കണേന്റെ റെസ്പെക്ട് ചെയ്യണോന്ന് റെസ്പെക്ട് ചെയ്യണം. നമുക്ക് അത് അതിപ്പോ ആള് തെപ്പരയായാലും ശരി, എന്തായാലും ശരി, ഒരു എന്തായാലും ശരി, നമ്മൾ അവരെ റെസ്പെക്ട് കൊടുക്കുന്ന റെസ്പെക്ട് ചെയ്യും. ഇപ്പൊ എങ്ങനെയൊക്കെ അരുൺ സുരേന്ദ്രൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നു? ഒന്നല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ തീരുമാനം എടുത്തിട്ട് ഇപ്പൊ ഇന്നൊരു പേഴ്സൺ വേണ്ട, ഇന്നൊരു പേഴ്സൺ വേണമെന്നും പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. മ്യൂച്വലി പോകുന്ന ആൾക്കാരുണ്ട്. മുതലാക്കിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പ്രഷർ ഫാമിലി മാത്രമല്ല, വേറെ ഫ്രണ്ട്സ് അറിയാലോ, ഫ്രണ്ട്സ് പ്രഷർ ചെയ്യണത്. ഓക്കേടാ ഇങ്ങനെ വന്നിട്ട് വേണ്ട ആ സാധനമൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പ്രഷർ വന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു പോയി അല്ലാതെ അവർക്ക് ഞാൻ പല സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ട്. മ്യൂച്വലായിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ബ്രേക്കപ്പ് ആണ്. പക്ഷേ അവസാനം ആ പെണ്ണിനെ തേപ്പാരി വിളിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ല, ഇതില് ഗേൾസിന്റെ ഫ്രണ്ട്സിന് ഒരു റോൾ ഉണ്ട്. ഇപ്പൊ ഒരുപാട് എനിക്ക് ബ്രേക്കപ്പ് സ്റ്റോറീസ് ഞാൻ പറയണം. ഞാനിതേപോലെ ആ ഫ്രണ്ട് യെസ് പറയുന്നു പറഞ്ഞാൽ അപ്പൊ അത് നമ്മ നോക്കുന്ന കുട്ടിയുടെ ഫ്രണ്ടിനെ ടാർഗറ്റ് പ്രിൻസ് ഫാമിലിനെ പോലെ പഠിച്ചത് എന്താണ് പൂ പറിക്കാൻ വേണ്ടി പൂക്കാലം കൊണ്ടുവന്നൊരു മനുഷ്യനുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു അതൊന്നും വരാൻ പറ്റില്ല. ഇപ്പൊ ഒരു കോഴ്സ് നിന്നിട്ട് അപ്പുറത്തെ കോഴ്സിൽ ഒരു
കുട്ടിയായിട്ട് പരിചയമായി. പിന്നെ ഞാൻ നോക്കും പഠിക്കുന്ന മൊത്തം ആൾക്കാർ ഇങ്ങനെ അടിയോട്ട്. പിന്നെ എന്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളുടെ 50% പേര് അപ്പോഴത്തെ ഇവൻ വിളിച്ചോണ്ട കോഴ്സിലെ ആൾക്കാരായിട്ട് ഫ്രണ്ട്സായി. ഫ്രണ്ട്ഷിപ്പ് ആയിക്കോളാം. താങ്കൾ വേറെ കണ്ടുകളൊന്നും ഫ്രണ്ട്സായി. അതാ ഞാൻ പറഞ്ഞ. പക്ഷെ എന്റെ ഒരു അനുഭവം എന്ന് വെച്ചാ ഇവൻ പോയ കോഴ്സില് ലേഡീസ് മാത്രം ഗേൾസ് മാത്രമുള്ള ഒരു കോഴ്സായിരുന്നു. അങ്ങനത്തെ കോഴ്സൊക്കെ നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഏത് കോഴ്സായിരുന്നു എനിക്കറിയില്ല. ഞാൻ മറ്റേ പിന്നെ ഇവന്മാരവിടെ പോയിട്ട് ആ കോഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാരായിട്ട് ഏത് സ്വന്തം കോഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഈ വ്യക്തിയുടെ നമ്മൾ ചോദിക്കണേ ഇന്ന കുട്ടിയുടെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ അവനറിയാതെ പക്ഷെ സ്വന്തം ക്ലാസ് ടീച്ചറുടെ പേരൊന്നും അറിഞ്ഞൂടാ. അല്ല ഇത് ഗേൾസിനെ പറയാം. അവർക്ക് മറ്റേ 1-2 ബെസ്റ്റ് ഫ്രണ്ട്സിനായിട്ടുള്ള സംസാരങ്ങൾ ഭയങ്കര കൂടുതലായിരിക്കും. ഞാനിപ്പോ കുറച്ചാളായിട്ട് ബൈക്കിന്റെ പ്രോബ്ലംസ് അല്ലാതെ ഞാൻ ബസ്സിലാ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ കുലിക്കുലാണ്ടിക്കാൻ വേണ്ടിട്ട് സെന്ററിലെ സീറ്റിലേക്ക് ഫോളോ ചെയ്ത് പിടിച്ചിട്ട് അപ്പൊ ഇങ്ങനെ സെന്ററിലിരിക്കുമ്പോ കൂടുതൽ ഗേൾസ് ഉള്ള ടൈമൊക്കെ ആയിക്കോളൂ. അപ്പൊ ഇവർ സംസാരം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇവര് നമ്മൾ വിചാരിക്കുന്നത് ഡാറ്റാബേസ് ഭയങ്കര വലിയ ഡാറ്റാബേസ് ആണ്. ഞാൻ ബസ്സിൽ നിൽക്കുമ്പോ ആ ബസ് സ്റ്റാൻഡിലുള്ള ഒരു എല്ലാ ഡ്രൈവർമാരുടെ പേരും എനിക്കറിയാം. ആ ബസ്സിലെ കിളിന്റെ ചിക്കിന്റെ അറിയാം. ഞാനാണെങ്കിൽ ഹെഡ്സെറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. കേക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ലാസ്റ്റ് കേട്ടായിട്ട് ആ കുട്ടി ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ എനിക്ക് വിഷമമായി പോയി. കാരണം ഞാൻ അവരുടെ യൂണിവേഴ്സിൽ ഞാൻ പെട്ടുപോയി. അടുത്തത് സംഭവിക്കുന്നത് ഞാൻ അവിടെ ടെൻഷനായി പോയി. അപ്പൊ എന്നുവെച്ചാ ഒരു ഭയങ്കര സംസാരം ഭയങ്കര രസമാണ്. പക്ഷെ ഇതാണ് എല്ലാ കാര്യത്തിനും നമ്മിപ്പോ വാച്ച് ചെയ്യാൻ ചാച്ചായില്ലേ അവർക്ക് ചിലപ്പോ അജ്മലിനെ പറ്റി ഒരു ഇതെല്ലാവരെ പറ്റി അറിയാൻ പറ്റും. നമ്മ വിചാരിക്കും അവരിങ്ങനെ നടന്നു പോകുന്നു ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഭയങ്കര ഭയങ്കര ഒബ്സർവേഷൻ. അതാണ് അതിനാണ് ഒരു സ്കില്ല്. കണ്ടിട്ടും കാണാത്ത പോലെ അടിക്കും. അല്ല ഞാൻ സ്കിൽ ഞാൻ അപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്ത് ഒരു ബസ് സ്റ്റാൻഡിലെ മൊത്തം ഡ്രൈവർമാരെ കിളികളുടെ ഒക്കെ പേരറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഇപ്പൊ നമ്മ ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുമ്പോ ചേട്ടൻ അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടായിരുന്നു എന്നൊക്കെ പറയണത് അന്ന് പറയൂല. അത് അസ്ലമിനടുത്ത് മാത്രമേ അറിയൂ. എന്റെ ഫോൺ നമ്പർ വയ്ക്കാൻ വേണ്ടി മാത്രം എന്നെ കോണ്ടാക്ട് ഞാൻ മറ്റേ പള്ളിയുടെ അവിടെ നിന്നല്ല വർദ്ധീകരിച്ചിരിക്കണ്ടത്. എന്താ അസ്ലം എന്തെങ്കിലും മൊഴിയാനുണ്ടോ? ആ ബെസ്റ്റുകൾക്കെതിരെയാണെന്ന് ഞാൻ പറയൂ. ഞാനൊരു പരിചയം ബെസ്റ്റുകൾക്ക് ഐക്യദാർഢ്യം. അസ്ലമിന് വേറൊരു സംഭവമുണ്ട്. ഉസ്തമാരെ പേര് അസ്ലമിനെ സ്നേഹിക്കാൻ വേണ്ടി പുറകെ വന്നിട്ടുണ്ട്. പക്ഷെ അസ്ലം അതെല്ലാം അജ്മൽ തന്നെ പറയണ്ട ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ സൂചിച്ചു. ഇച്ചൊക്കെ ആർക്കും ഇഷ്ടമാകത്ത് ഇച്ചപ്പൊളിയല്ലേ. അസ്ലം അവരെയൊക്കെ ഫ്രണ്ട്സ് ആക്കി മാറ്റിയിട്ട് പെണ്ണിനെ പോയി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ നമ്മുടെ അസ്ലമല്ലേ ബെസ്റ്റുകൾക്കെതിരെ നിൽക്കും. ബെസ്റ്റുകളെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അസ്ലമ പറഞ്ഞോ ഇത്രയും നോളജ് എനിക്കില്ല. ഞാൻ എല്ലാവരും സൈഡിൽ ഞാൻ കണ്ടിട്ടുണ്ടോ ബെസ്റ്റുകൾ എന്ന് പറയുന്നത് അസ്ലമിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പ്രണയത്തിന്റെ ഒരു എന്താ ഒരു പെൺകുച്ചിനെ കണ്ടിട്ട് അട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആയിച്ചാൽ
ലോക്കായി രണ്ടും ലോക്കായി പറയൂ. നീ ചിലപ്പോ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോ കൊച്ചിനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ അടിച്ചേക്കണല്ല, ഞാൻ അപ്പൊ തന്നെ അവരുടെ പോയി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നടന്നിട്ടുണ്ട്, അല്ലാത്തത് ഓക്കേടാ പിന്നെ നോക്കാം പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാത്ത പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻഡ് ഓഫ് ദ ഡേ നമുക്കത് പറഞ്ഞു കഴിയുമ്പോ നമുക്കൊരു റിലാക്സേഷൻ സാറ്റിസ്ഫാക്ഷൻ. സുഹൈലിക്കാട് കോമഡി അറിയും, 43 ടീമുകളെ കണ്ടതിന് വേറെ ഓടും. കഥയുടെ പ്രത്യേകത ആ കഥ എന്നോടൊപ്പം മണ്ണിലല്ല. എക്സ്പീരിയൻസ് ആയിട്ട് സ്വീകരിക്കുന്നത് അതെല്ലാം നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ് സുഹേൽ ഇപ്പോഴത്തെ ഒരു സുഹേലായി വളർന്നു വന്നത്. അപ്പൊ ബോർഡ് മെമ്പറിലായിട്ടിരിക്കുന്നത് നമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ കാരണങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടായ ഇൻസിഡൻസ് ആയിരിക്കും. അതിൽ ഞാൻ പറയാം ചിലപ്പോ ഒരു കമ്പനിയുടെ ബോർഡ് മെമ്പറാണ് സുഹേൽ. ആ കമ്പനി ഇപ്പൊ ശരിയായ ദിശയിൽ പോവാൻ ഒരു കാരണം കൂടിയാണ് സുഹേൽ. അങ്ങനത്തെ ഡിസിഷൻസ് സുഹേൽ എടുക്കണമെങ്കിൽ സുഹേൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഴ്ചകളിൽ മറ്റേ ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് നിർത്തായിരുന്നു. എന്തായിരുന്നു വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ അജ്മൽ? അയ്യോ അത് സുഹേലൊക്കെ ഇടുക്കി പോയ കഥ ഉണ്ട്, അത് വേറെ. പഴംപൊരി കഥ അത് നമുക്ക് വേറൊരു പോഡ്കാസ്റ്റ് ഇത് ഉമ്മാരെ യൂണിവേഴ്സ് ഇത് നിർത്തിച്ചു പോയി. എനിക്ക് വൈഫൈ ഉണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും മാത്രം പറഞ്ഞത് അത് ഇന്റലക്ച്വൽ ഒക്കെ ആയിട്ട് വരും. നമുക്ക് അടുത്ത ലോൺ മസ്കും ട്രംപും തമ്മിലുള്ള അധികം ചർച്ച ചെയ്യാം. പൊട്ടിത്തെറിച്ച് ഒന്ന് പറക്കോലും ചെയ്തില്ല. അതിനും അത് വിക്ഷേപിക്കുക പോലും ചെയ്തില്ല. വിക്ഷേപിക്കുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടായി. നമുക്ക് അടുത്തതിൽ ചർച്ച ചെയ്യാം. അപ്പോ സി യു, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.